ഹായ് ഗായ്സ്, ടുഡേ ഈസ് സൺഡേ ഈസ് റൂം ക്ലീനിങ് ഡേ, കുളി ഡേ. അങ്ങനെയൊന്നുമല്ല. ഈ ഫ്ലോറിൽ ഏറ്റവും വൃത്തികെട്ട റൂം വേണമെങ്കിൽ ഈ ഹോസ്റ്റലിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട റൂം ഏതാ ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ റൂമാണെന്ന്. ഹായ് ഗായ്സ്, ടുഡേ ഈസ് സൺഡേ ഈസ് റൂം ക്ലീനിങ് ഡേ, കുളി ഡേ. അങ്ങനെയൊന്നുമല്ല. ഞാൻ റൂം ക്ലീൻ ചെയ്തിട്ട് കുറേ കാലമായി. കുറേ പറഞ്ഞാൽ കുറേ. ഇപ്പോഴാണ് എൻ്റെ റൂമിൽ ആരുമില്ല. ആരുമില്ലാത്തപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടം, റൂം ക്ലീൻ ചെയ്യാൻ ഇഷ്ടം. ആരുണ്ടാവരുത്, എന്നാൽ എനിക്ക് റൂം ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷേ പ്രൊഡക്റ്റീവായിരിക്കും ആരില്ലാത്ത ടൈമിൽ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ ബെഡിൽ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കും. അങ്ങനെയാണ് ഞാൻ. പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെ. പിന്നെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. നോട്ട് ദാറ്റ് മച്ച് എക്സൈറ്റഡ്. ക്ലീനിങ് അല്ലേ, എക്സൈറ്റ് ചെയ്യാനൊന്നുമില്ല. ഒരു പരിധി വരെ ഇഷ്ടമാണ്. അതിന് ശേഷം ബോറടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തൊക്കെയോ സ്പീഡ് ചെയ്ത് കൊളക്കാം. കുറച്ച് മൂടൊക്കെ ഉണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ ഓരോന്നും ചെയ്യാച്ചു. ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ ഷെൽഫ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. ഇതിൻ്റെ കോലം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ റൂമിൻ്റെ കോലം എങ്ങനെയായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ഷെൽഫിൽ നിന്ന് തുടങ്ങട്ടല്ലോ. ഒന്നാമത്തെ കാര്യം എനിക്കൊന്നും ഒട്ടും ഒഴിവാക്കാൻ ഇഷ്ടമില്ല. എന്താ അറിയില്ല, ഒന്നും ഒഴിവാക്കാൻ തോന്നാറില്ല. ഇത് ഞാൻ എക്സാമിന് പഠിച്ച പേപ്പറാണ്, ഒന്ന് കളയാൻ എനിക്ക് തോന്നണില്ല. അഥവാ തപ്പിച്ചത് നോക്കാലോ, നിനക്കൊന്നും കൂടിയാണ്. പിന്നിപ്പോൾ എന്താ ചെയ്യാൻ, ഞാൻ നോക്കിയിരിക്കാൻ നടക്കണുണ്ടാവുള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ ഈ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വൃത്തിയാക്കൽ നടക്കണില്ല. ഞാൻ ഒരു ടേക്ക് എടുക്കും, പിന്നെ വേറെ ടേക്ക് എടുക്കും. പറഞ്ഞ് ഇതന്നെ അവസ്ഥ. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ വീഡിയോ ഓഫാക്കേണ്ടി വരും. ഇതാണ് ഗൈസ് അവസ്ഥ. ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ ഈ റൂമിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഈ ഫ്ലോറിലെ ഏറ്റവും വൃത്തികെട്ട റൂം വേണമെങ്കിൽ ഈ ഹോസ്റ്റലിൽ തന്നെ ഏറ്റവും വൃത്തികെട്ട റൂം ഏതാ ചോദിച്ചാൽ ഞാൻ പറയും എൻ്റെ റൂമാണെന്ന്. എന്തപ്പോൾ ഇതിൻ്റെ അവസ്ഥ? ഒറ്റ വൃത്തിയും ഇല്ല. കുറേ നേരം ഈ ഷെൽഫിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക, വൃത്തിയാക്കിയാൽ നടക്കണില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. തലയിൽ എണ്ണയൊക്കെ തേച്ചിരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കുളിക്കണം, വൃത്തിയാക്കണം, തിരുമ്പണം, കുളിക്കണം. അതാണ് ഇന്നത്തെ എൻ്റെ പ്ലാൻ. അപ്പം നമുക്ക് വേഗം ഈ ഒരു ഷെൽഫ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, റൂമിലേക്ക് കിടക്കാം. ഇതിങ്ങനെ വർത്താനം പറഞ്ഞ് എനിക്ക് ശരിക്കും വണ്ടി കുടിക്കുന്നുണ്ട് റൂമിലേക്ക്. കുളിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിക്കാതില്ല. അപ്പോൾ ഗായ്സ്, ഇത്രയും നേരം ഞാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വേസ്റ്റാക്കിയ സാധനങ്ങളാണ് ഇതൊക്കെ. ഗായ്സ്, ഇതെൻ്റെ പെൻ കളക്ഷനാണ്. 10ാം ക്ലാസ് മുതലുണ്ട് എനിക്ക് ഈ ഒരു പരിപാടി. കുറേയൊക്കെ എവിടെയാണോ എന്തോ, ഇവിടെ വന്നതിന് മുതൽ എപ്പോഴും ഞാൻ അടുത്തേക്കൊന്നുമില്ല. എനിക്ക് ഓർമ്മ വരുമ്പോൾ മാത്രം ചെയ്യുള്ളൂ. ഇതിവിടെ വന്നപ്പോൾ മുതലുള്ള അങ്ങനെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇനിയിപ്പോൾ ഓരോരോ ടേബിൾ വൃത്തിയാക്കാം. ഇപ്പം തന്നെ എനിക്ക് വൃത്തിയാക്കിയിട്ട് തുടക്കത്തിലുള്ള മൂടുള്ളതിന്. നെക്സ്റ്റ് നമുക്ക് ഓരോ ടേബിളും വൃത്തിയാക്കാം. ബൈ.
ഇതിപ്പോ എനിക്ക് ഇരട്ടിപ്പണിയായിപ്പോയി. Look at this, guys. എനിക്കിനി വൃത്തിയാക്കണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് അറിയാതെ വെള്ളം ചിന്തിപ്പോയി. ഇതിപ്പോ എനിക്കൊരു ഇരട്ടിപ്പണി. ഇതിപ്പോ ഇങ്ങനെ തുടക്കും. വെള്ളം ചിന്തിയതോടെ എൻ്റെ മൂടൊക്കെ പോയി. ഇനി തോന്നാനായാലും റെസ്റ്റ് എടുത്താലോ? എന്താ ചെയ്യും? സത്യം പറഞ്ഞാൽ വെള്ളം എൻ്റെ മൂട് പോയി, വൃത്തിയാക്കാനുള്ള മൂട് പോയി. എന്തായാലും പകുതി കിടന്ന നമുക്കതും കൂടി ക്ലീൻ ചെയ്യാൻ. ഇതാണ് ഇപ്പൊ ഗൈസ് ഈ റൂമിന്റെ കോലം. വാവ് വാവ് വാവ്, സൂപ്പർ. ഇതൊക്കെ ഞാൻ വൃത്തിയാക്കി. ഈ ടേബിള് വൃത്തിയാക്കി തുടയ്ക്കണം. ലാസ്റ്റ് ഇല്ല. ഇതാണ് ഗൈസ് ഈ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. നമുക്ക് ഈ പേപ്പറൊക്കെ ഒന്ന് ആദ്യം എടുത്ത് മാറ്റാം. ആദ്യം ഇത് ഉണങ്ങണം. ഹലോ ഗൈസ്, അങ്ങനെ 1 മണിക്ക് തുടങ്ങിയാണ് ഗൈസ്. 1 മണിക്ക്. ഇപ്പൊ ടൈം 3:57. എത്ര മണിക്കൂറാ ഇപ്പൊ ഞാൻ ചെയ്തത്? 3 മണിക്കൂറാ? 3 അല്ല, 4 മണിക്കൂർ. 4 അല്ലേ? 1 2 3 4 മണിക്കൂറാണ്. 4 മണിക്കൂറോളം വൈകുന്നേരമായി. ഇന്നത്തെ എൻ്റെ ഡേ മൊത്തം ഈ റൂം ക്ലീൻ ചെയ്യലായിരുന്നു. എനിക്കിഷ്ടം. ഞാൻ ബാക്കി വൃത്തിയാക്കണ എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. എനിക്ക് ഇത് പ്രാന്ത് പിടിച്ചത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്തൊക്കെയൊക്കെയോ ചെയ്ത് ഒന്ന് സ്പീഡാക്കിയിട്ട് ഒരു പാട്ടും വെച്ച് സ്പീഡാക്കി അടിച്ച് വാരി തുടച്ച് മീൻസ് ഇവിടെ മുമ്പിൽ മാത്രം തുടച്ച് ഇനി പോയെന്ന് വിളിക്കാം. അതുകൊണ്ട് കഴിഞ്ഞാൽ ഇത് അഭിനയല്ല ഗൈസ്, ശരിക്കുള്ളതാണ്. പോയിട്ടുള്ള ഒരു അരമണിക്കൂർ, ഒരു 3/4 മണിക്കൂർ ആയിക്കോണം. 3 മണിക്കൂറേ? 3 മണിക്കൂറ് ആണോ? അത്രയും എന്നാലും സംഭവിക്കണ്ടോ ഇത്ര കുറഞ്ഞ ടൈമില് ഇത്രയും അടിപൊളിയാക്കി ഞാന് ഇതൊന്നും ഞാൻ പറയിപ്പിക്കണുണ്ടാവോ? ഒറ്റയ്ക്ക് പറയണതാണ് ഇതൊക്കെ. പറയേ, വൃത്തിയാക്കിയതിനെ കുറിച്ച് പറയും. പ്രൊഫഷണൽ ടച്ച് ഉണ്ട് ഗൈസ്, പ്രൊഫഷണൽ ടച്ച്. ഇതാണ് പ്രൊഫഷണൽ ടച്ച്. ഇതിലേക്ക് ഒരു ഭാവിയുണ്ട്. ഇനി മുതൽ ഈ റൂമിൽ എല്ലാ വൃത്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഫുൾ സ്നേഹമായിരിക്കും ചെയ്യുന്നത്. തന്നെ പോയിക്കാടുന്നേ ഗൈസ്. നമ്മളെ അഭിനയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വെള്ളം ഇഷ്ടപ്പെട്ട് പറയിപ്പിച്ചിട്ട് ഓരോന്നിപ്പോ പറയാം. ബൈ ഗൈസ്.